സലാമുണ്ട് കേട്ടോ പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്നൊരു പഴമൊഴി ഉണ്ട് കേട്ടാ. കൊടുത്ത കൊല്ലത്തും കിട്ടുക, അത് അച്ചട്ടാണ്, ഉറപ്പാണ്. ഇത് തന്നെയാണ് ഇപ്പം സംഭവിച്ചേക്കണത്. ഓരോരോ സ്ഥലത്ത് ഈ തോറ്റതിൻ്റെ അവലോകന യോഗം നടക്കല്ലേ. തോറ്റതെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ 8 നില പൊട്ടിയ കാര്യം തന്നെയാണ് കേട്ടോ പറയുന്നത്. CPM-ൻ്റെ അത് എന്തുകൊണ്ട് തോറ്റെന്നുള്ളത് ഇപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ലോകം മുഴുവനും ആളുകൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യം, എന്താ തോറ്റെന്നുള്ളതിന് ഇത്ര പെരുത്ത് യോഗം ചേരേണ്ട എന്താ കാര്യം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. എന്നിട്ട് ഈ എല്ലാ യോഗത്തിലും ആളുകൾ പറയുന്ന ഒറ്റ കാര്യം തന്നെ. ഇപ്പോൾ ജില്ലാ തലത്തിൽ യോഗം, ബൂത്ത് തലത്തിൽ യോഗം, പഞ്ചായത്ത് തലത്തിൽ യോഗം, ഈ സംസ്ഥാന സമിതി തലത്തിൽ യോഗം, എല്ലാ യോഗത്തിലും പറയണ ഒറ്റ കാര്യം തന്നെയുള്ളൂ. അപ്പോൾ പിന്നെ ഇത് യോഗം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമില്ലേ? പകല് പോലെ വ്യക്തമല്ലേ. സൂര്യൻ ഉദിച്ച പകലാണ്, സൂര്യൻ അസ്തമിച്ച അന്ത്യാവും അല്ലെങ്കിൽ സന്ധ്യാവും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇരുട്ടാവും രാത്രി വരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ. എന്തുകൊണ്ട് തോറ്റ് അത് എല്ലാവർക്കും അറിയാം. പിന്നെ അത് യോഗം ചേർന്ന് കൂടിച്ചേരേണ്ട കാര്യം എന്താ? അപ്പം യോഗം ചേർന്നത് അതിന് വേണ്ടിയൊന്നും അല്ല. ഇല്ലേ മുപ്ലാൻ്റല്ല ആര്, നമ്മുടെ കിരീടം വച്ചുകൊണ്ടിരിക്കുന്ന ആൾ, മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിക്കുന്ന ആൾ, ഈ പുള്ളിക്കാരനെ കീറി വലിച്ച് ഒട്ടിക്കാൻ കിട്ടിയ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം ചേരുന്നത്. ഒരു യോഗേ, ഇതൊക്കെ കേൾക്കാനൊരു യോഗം വേണമല്ല. ഇപ്പൊ കൊല്ലത്ത് ഇപ്പൊ യോഗത്തിൽ കത്തിക്കേറി പറഞ്ഞത് ആരാ? ബേബിയാണ്. ആ ബേബി എന്ന് പറഞ്ഞാൽ അറിയാലോ, MA ബേബി. അതോ ആള് വായിക്കാത്ത പുസ്തകമില്ല. അത് കമ്മ്യൂണിസത്തിന്റെ ആയാലും കൊള്ള, സോഷ്യലിസത്തിന്റെ ആയാലും കൊള്ള, കവിത ആയാലും കൊള്ള, നോവലായാലും കൊള്ള, എന്തായാലും കൊള്ള, ആൾക്കറിയാൻ പാടില്ലാത്ത ഈ ഭൂമി മലയാളത്തിലെ ആൾക്കറിയാൻ പാടില്ലാത്ത ഒന്നുമില്ല. ആകാശത്തിന് കീഴിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ പുള്ളിക്കറിയാം. ആ അറിവ് തന്നെയാണ് ഇപ്പോൾ കോഴിപ്പോയി കേൾക്കുന്നത്. കാരണം ഈ കാര്യങ്ങൾ വച്ചിട്ട് പുള്ളിയുടെ ഒറ്റ കലക്കങ്ങോട്ട് കലക്കി. തോറ്റേൻ്റെ കാര്യങ്ങൾ 1, 2, 3 എന്നുള്ള ഇനി എണ്ണമില്ല. 100 വരെ എണ്ണി കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറെ എണ്ണില്ലാത്ത രീതിയിൽ ആൾ ഈ പട്ടിക നിരത്തുന്ന പോലെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് ഈ പാർട്ടീനെ ഇന്ന് ഈ കാണുന്ന രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ച ആൾ ആരാന്നുള്ളത് പുള്ളി കൃത്യമായിട്ട് അങ്ങോട്ട് പറയാൻ കാരണമുണ്ട്. കാരണം പുള്ളി ചില കാര്യങ്ങളൊക്കെ കുരറ്റത്ത് വച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളൊക്കെ കൊരറ്റത്ത് വച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തൊരു പരനാറി പ്രയോഗമൊക്കെ ഉണ്ടായില്ല, ഇല്ലേ? ഈ പരനാറി പ്രയോഗം കൊണ്ട് തോറ്റുപോയതാരാ? ഈ ബേബിയാണ്. ബേബി എന്ന് പറഞ്ഞ ആളത്ര പറയണ പോലെ, പേര് പറഞ്ഞ പോലെ ബേബിയൊന്നും അല്ല കേട്ടാ. ആള് നല്ല ഒന്നൊന്നര മുയിത്ത സാധനം തന്നെയാണ്. ബേബിയൊന്നുമല്ല. ആൾക്ക് നല്ല ബോധമുണ്ട്, വെളിവുണ്ട്, വെള്ളിയാഴ്ചയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അന്ന് ഈ പരനാറി പ്രയോഗം കൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ആ പുള്ളി അവിടെ തോറ്റു പോയത്. ആരുടെ? പ്രേമേന്ദ്രൻ്റെ അടുത്ത്. എന്നിട്ടിപ്പോ വീണ്ടും ഇപ്പൊ ഈ കൊല്ലത്ത് കൊണ്ട് ഇറക്കിയതാരാ? മുകേഷിനെ. ഈ സുരേഷ് ഗോപി വെറുതെ ഒരു സിനിമാ നടൻ മാത്രമാണല്ലോ. അപ്പൊ ഈ സിനിമാ നടൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കാന്ന് വിചാരിക്കേണ്ട. സിനിമ അഭിനയിക്കണ പോലെയല്ല. രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപിനെ നിർമൂലനാശാക്കി കളിയാക്കിയ ആളുകൾ കൊല്ലത്ത് കൊണ്ടുവന്ന് നിർത്തിയേക്കണത് ആരാ? ആരെ കൊണ്ടുവന്ന് നിർത്തിയത്? മുകേഷിനെ. അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്തത്? ഇത് തന്നെയാ ബേബിയും ചോദിച്ചത്. എന്ത് പാരമ്പര്യം ഉണ്ടെന്നാണ് ചോദിച്ചത്. പാർട്ടിയിൽ ഇറങ്ങി പ്രവർത്തിച്ച്, സാധാരണക്കാരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് ഈ മുകേഷ് എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് പാരമ്പര്യമുണ്ട്? ബേബി തുറന്നടിച്ച്. നേരത്തെ പറഞ്ഞില്ല ആൾ അത്ര ബേബിയല്ല എന്നുള്ളത്. അത്ര ബേബിയല്ല. ആളുടെ പേര് ബേബി എന്നുണ്ടെങ്കിൽ നാക്ക് ബേബി എന്നല്ല. നാക്ക് ഒരു ഒറ്റ ആളുടെ വലിപ്പമുള്ള നാക്ക് തന്നെയാണ്. 1.5 നാക്കാണ്. ആള് ചോദിച്ചതിനൊക്കെ പിണറായി വിജയൻ ഒന്നും ഉത്തരം മുണ്ടാട്ടം മുട്ടിരിക്കാതില്ല. ഒന്നിനും മറുപടി പറയാൻ പറ്റില്ല. ആൾക്ക് പിന്നെ വേറെ ചില കാര്യങ്ങളൊക്കെ കൊരട്ടത്തിരിക്കുന്നുണ്ട്. ആൾക്കൊരു ഇഷ്ടപ്പെട്ട ശിഷ്യയൊക്കെ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ തന്നെ. സിന്ധു ജോയിയൊക്കെ ആളുടെ അടുത്ത ശിഷ്യയായിരുന്നു. അതിന് വേറെ ഏതാണ്ടൊക്കെ ഇവർ എക്കച്ചക്കയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല. അവർ എന്താണ്, സിന്ധു ജോയി ഈ രാഷ്ട്രീയത്തിൽ ആചാര്യനായിട്ട് കണ്ടിരുന്നത് ഈ MA ബേബീനെയൊക്കെ തന്നെയാണ്. അതിന് വേറെ ഏതാണ്ട് പുകിലൊക്കെ വേറെ എങ്ങാണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഏതാണ്ട് സമ്മേളനത്തിൽ ചെന്നപ്പോൾ ഒരു ഹോട്ടലിൽ ഒരുമിച്ച് താമസിച്ചെന്ന ഏതൊക്കെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വലിയ പുകിലാക്കി. ആ പുകിലാക്കിയതിൻ്റെ ഒക്കെ പുറയിൽ ആരാന്നുള്ളത് MA ബേബിക്ക് അറിയാം. അതൊക്കെ കൊരട്ടത്ത് വച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കൊടുത്തത്. അതാണ് പറഞ്ഞത്. ഇപ്പൊ കൊടുത്തതെന്ന് പറഞ്ഞാൽ അതാണ് നേരത്തെ പറഞ്ഞത്. കൊടുത്ത കൊല്ലത്തും കിട്ടും. കൊല്ലത്ത് കൊടുത്ത് കൃത്യമായിട്ട് തന്നെ കൊടുത്ത് പിണറായി വിജയന്റെ തലവൈ അടിച്ച് ഈ മുകേഷിനെ കൊണ്ടുവന്ന് നിർത്തിയ എന്തിനീ പാർട്ടിനെ ഈ മാതിരി തോപ്പിച്ചത് കൊല്ലത്ത് നിന്നാണ് ചോദിക്കുന്നത്. പ്രേമേന്ദ്രന്റെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക് പോയി. മുകേഷ് അവിടെ മത്സരിച്ചായിരുന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഭൂരിപക്ഷമെങ്കിലും കുറഞ്ഞാണെന്നാണ് പറയുന്നത്. കൊല്ലം പാർട്ടിയുടെ ഇല്ലായിരുന്നാണ് പറയുന്നത്. ഇല്ല, നല്ലില്ലം. വെറും ഇല്ലല്ല, നല്ലില്ലായിരുന്നു പാർട്ടിയുടെ. അതൊക്കെ കളഞ്ഞു കുളിച്ച് നാശാക്കി. ഇല്ലേ? ഇപ്പൊ ഗ്രഹണം വരുമ്പോൾ ഞാഞ്ഞൂളിലും പറ്റി വെക്കുക, അത് തല പൊക്കൂന്ന് പറയണ പോലെ അവസ്ഥയായി. ഇപ്പൊ വേറെ പഞ്ചായത്ത് തലത്തിലും ബൂത്ത് തലത്തിലൊക്കെ യോഗം നടന്നു കഴിഞ്ഞപ്പോ പിണറായി വിജയൻ എന്ന രാജബംബാലയ്ക്കെതിരെ നിന്നുകൊണ്ട് ഞാഞ്ഞൂളൊക്കെ തല പൊക്കിക്കൊണ്ട് പറയാണ്, ഞങ്ങളുടെ അടുത്ത് നടക്കൂല, ഈ വേഷം കെട്ടി നടക്കൂല, മാറി നിൽക്കണം, തിരുത്തണം. പിണറായി വിജയനോട് പറയുന്നത് തിരുത്തണം എന്ന്, മാറി നിൽക്കണം എന്ന് ആരെ പറയണേ? മുമ്പൊക്കെ തിരുവായിക്ക് എതിർവായി ഇല്ലാണ്ട് പിണറായി വിജയൻ വരുന്നു പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ മുണ്ടിൽ മൂത്രം ഒഴിക്കുന്ന ആളുകൾ.
അവർ പറയണത് ഇപ്പൊ പിണറായി വിജയൻ മാറണമെന്ന്, മാറിയിരിക്കണം, തിരുത്തണം, ഈ വേഷം കെട്ടിന് ഞങ്ങളുടെ അടുത്ത് നടക്കൂല. ഞങ്ങൾ അടിസ്ഥാന വർഗത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ പ്രവർത്തകരാണ്. ഞങ്ങളോട് ഈ വേഷം കെട്ട് കാണിക്കാൻ പാടില്ല. ഞങ്ങളുടെ പാർട്ടീനെ നിങ്ങൾ ചതിച്ച് ഇനി ഞങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകില്ല. നിങ്ങളുടെ പിള്ള ലോകം മുഴുക്ക നടന്ന് കാശ് മേടിച്ചില്ലേ? ആ വീണാ വിജയൻ കാശ് മേടിച്ച കാര്യമാണ് പറഞ്ഞത് യോഗത്തിൽ. കരിമണൽ കമ്പനിയുടെ CMRL കർത്തയുടെ അടുത്ത് നിന്ന് 1,72,00,000 മേടിച്ച്, പിന്നെ അവരുടെ എംപവർ കമ്പനിയിൽ നിന്ന് പിന്നെ കാശ് 65 ലക്ഷം രൂപ കൈക്കടായിട്ട് മേടിച്ച്. ഇതൊക്കെ മേടിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ പുള്ളോട് ഇങ്ങനെ ലോകം മുഴുക്ക ഓടിയിരുന്ന് കാശ് മേടിക്കരുത്, ഞാൻ മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ ഇങ്ങനെ കാശ് കൈ നീട്ടി മേടിക്കാൻ പാടില്ല, അത് അച്ഛന് ദോഷമാണ്, പാർട്ടിക്ക് ദോഷമാണ് എന്ന് നിങ്ങൾ എന്താന്ന് പറയാണ്ടിരുന്ന ആളാണ് ചോദിക്കുന്നത്. നിങ്ങൾ അന്ന് വീണനെ വിലക്കിയില്ല. അപ്പൊ അത് ഒരു കാരണം തന്നെ, വലിയൊരു കാരണമാണ്. പിന്നെ നിങ്ങൾ നായിക്ക് 40 തൊട്ട് ടൂർ അടിക്കലാണ് നിങ്ങളുടെ പ്രധാന ജോലി, ഇല്ലേ? നിങ്ങൾ ടൂർ അടിക്കുക, അമേരിക്കയ്ക്ക് പോകും, ദുബായിൽ പോകും, സിംഗപ്പൂരിൽ പോകും, ഇന്തോനേഷ്യയിൽ പോകും. കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്ന് ഈ ജില്ലയിലൊക്കെ നിങ്ങൾക്ക് പര്യടനം നടത്താൻ നേരമുണ്ടാ? ഇല്ലില്ല. അപ്പൊ ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കിട്ടൂല. നിങ്ങൾ അപ്പൊ ദുബായിലാണ്, അല്ലെങ്കിൽ ഈ സിംഗപ്പൂരിലാണ്, ഇന്തോനേഷ്യയിലാണ് എന്നൊക്കെയാണ് പറയണത്. അപ്പൊ ഈ നായിക്ക് 40 തൊട്ടുള്ള ടൂർ അടിക്കല്, കുടുംബം കൊണ്ടുപോയി ടൂർ അടിക്കല്, അല്ലേ? ഇതിൻ്റെയൊക്കെ എവിടെ നിന്ന് ചെലവ്? ആരെയും ചെലവൊക്കെ എടുത്തത്? അത് വെളിപ്പെടുത്തണമല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്കും കമ്മ്യൂണിസ്റ്റുകാരനും ചേരാത്ത രീതിയിൽ ഇങ്ങനെ ടൂർ അടിച്ചു കിടന്ന് പിന്നെ ജനങ്ങളെ കണ്ട മുഖത്ത് നോക്കൂല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ മോറ് തിരിച്ചുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ മോറ് ഇങ്ങനെ എടുത്തു പിടിച്ചിട്ടിരിക്കും. കണ്ടാമൃഗത്തിൻ്റെ ഒക്കെ പോലെയാണെന്നാണ് പറയുന്നത്. അതങ്ങനെ പറഞ്ഞ ബോഡി ഷെയ്മിംഗ് എന്ന് വിചാരിക്കരുത്. പാർട്ടി അണികൾക്കിടയിലുണ്ടായ ഒരു വികാരം നമ്മൾ പറഞ്ഞുകൊള്ളൂട്ടാ, അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല കണ്ടാമൃഗത്തിൻ്റെ മോന്തേണെന്ന്. ജനങ്ങളെ കാണാൻ പാടില്ല. ഇനിയിപ്പോൾ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും ക്യാമറയും കൊണ്ട് വന്ന് മുമ്പിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയല്ല. ഈ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പുറത്തെത്തിക്കുന്നത് ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണല്ലോ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതും തെരഞ്ഞെടുപ്പിന് മത്സരിച്ച കാര്യമൊക്കെ ജനങ്ങളെ അറിയിച്ചതാരാ? ഈ മാധ്യമങ്ങൾ തന്നെയല്ലേ? അപ്പൊ മാധ്യമങ്ങൾക്ക് ഈ ജനാധിപത്യ സംവിധാനത്തിൽ, പ്രക്രിയയിൽ വലിയൊരു പങ്കുണ്ടല്ല. സമൂഹത്തിന്റെ എന്താണ്, മൂന്നാം കണ്ണാണ്, ദ തേർഡ് ഐ ഓഫ് വേൾഡ് എന്നാണല്ലോ പറയണത്. സമൂഹത്തിന്റെ മൂന്നാം കണ്ണാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിന്റെ മൂന്നാം കണ്ണാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്, ഇല്ലേ? ആ മാധ്യമങ്ങൾ അങ്ങനെ മൂന്നാം കണ്ണല്ല, ആ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കും മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞാൽ. കടക്ക് പുറത്തെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഈ കുന്ത്രാണ്ടം കൊണ്ട് ജനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കുന്ത്രാണ്ടവും കൊണ്ട് വരാൻ പാടില്ല എന്നാണ് അന്ന് അവരെയൊക്കെ കാണുമ്പോൾ പറയണത്. അവരെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട് യോഗം നടക്കുന്നിടത്തുനിന്ന്. അങ്ങനെ പാർട്ടിനെ ഒറ്റപ്പെടുത്തി. പിന്നെ ഏതെങ്കിലും കൊച്ചു പുള്ളങ്ങൾ അറിയും, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, അല്ലെങ്കിൽ രാഷ്ട്രപതി, ഗവർണർ എന്നൊക്കെ പറഞ്ഞ് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ആളുകളാണല്ലോ. അപ്പൊ ഏതെങ്കിലും പുള്ളങ്ങൾ എവിടെയെങ്കിലും വരുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കണ്ടി, എൻ്റെ മുഖ്യമന്ത്രിയുടെ കൂടെ എനിക്കൊരു പടം എടുക്കണം. CPIയുടെ മുഖ്യമന്ത്രി അല്ലല്ല, CPMന്റെ മുഖ്യമന്ത്രി അല്ലല്ല, അല്ലെങ്കിൽ BJPക്കാരന്റെ പ്രധാനമന്ത്രി അല്ലല്ല, നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അല്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ. ഇത് വിചാരിച്ചിട്ട് പുള്ളങ്ങൾ ഒരു സെൽഫി എടുക്കാൻ വരും. അപ്പൊ അതുങ്ങളെ ഓടിക്കും, ആട്ടി ഓടിക്കും. അപ്പൊ അതുങ്ങൾ ഓടിക്കും. ഈ ജനങ്ങളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ എന്താണ് വെട്ടുപോത്തിന്റെ പോലുള്ള സ്വഭാവം അത് പറ്റൂല. അത് ജനങ്ങളെ പിന്നെ അങ്ങോട്ട് അകറ്റി. പിന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശുണ്ടായില്ല, എന്നിട്ടും ടൂർ അടിച്ച്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കാശില്ലെങ്കിൽ ഹെലികോപ്റ്ററിന് വാടക കൊടുക്കാൻ കാശുണ്ട് 90 ലക്ഷം രൂപ. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. സപ്ലൈകോയിൽ ഒരു മണി അരിയില്ല, അവിടെ ഒരു സാധനവും ഇല്ല. വിലക്കുറവിന് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സാധനവും ഇല്ല. നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഇത് വീണ്ടും പറയാനില്ല. ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞാൽ പൂച്ച വെച്ച് കിടക്കണ കാര്യം അതിപ്പോൾ അത് വീണ്ടും പറയണില്ല. അപ്പൊ അങ്ങനെ ആളുകൾക്ക് ഒരു മണി അരിയില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി വെച്ച്, എന്നിട്ട് പറഞ്ഞ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയാണെന്നാണ് പറയുന്നത്. പിന്നെ ജനം എങ്ങനെ വോട്ട് ചെയ്യും? ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ചേരാത്ത എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്ത്, എന്നിട്ട് പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് ജനങ്ങൾ അകന്നു പോയെന്നാണ് പറഞ്ഞത്. പാർട്ടി ജനങ്ങൾ മാറ്റിക്കുത്തിന്ന്. എങ്ങനെ മാറ്റിക്കുത്തി? കേന്ദ്രത്തിൽ നരേന്ദ്രമോദിനെ എതിർത്ത് നിൽക്കാൻ പറ്റിയത് കോൺഗ്രസ്സുകാർ മാത്രമാണെന്നുള്ള ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ തെറ്റിദ്ധാരണ കൊണ്ട് അവർ വോട്ട് മാറ്റി കുത്തി അരിവാൾ തട്ടിയെറിഞ്ഞ് കാട്ടിക്കളഞ്ഞെന്നാണ് പറയുന്നത് MP ഗോവിന്ദൻ, ഈ പിണറായിയും. എന്നിട്ട് മുസ്ലിം ലീഗിനൊക്കെ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി. മുസ്ലിം ലീഗ് ജയിച്ചെങ്കിലും എന്താണ്, തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും നിങ്ങളുടെ മുഖം നഷ്ടപ്പെട്ടില്ലേ എന്നാണ് മുസ്ലിം ലീഗിനോട് പറയുന്നത്. മുഖം നഷ്ടപ്പെട്ടിട്ട് ഇവിടെ മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവർ ജയിച്ചു നിൽക്കാണ്. ഇവിടെ എടുത്തു പറയാൻ ഒറ്റ സീറ്റ് മാത്രം കിട്ടിയ ആളെന്ന് ഈ പറയണത്. അതായത് രണ്ട് കാലമേ പെരിമന്തുള്ള ആളെന്ന് പറയുന്ന ഒരു ചെറുപേരിലും ഇത്തിരി മന്തുള്ള ആളെ കളിയാക്കണത് പോലെ ഇല്ലേ. രണ്ട് കാലമേ മന്താണ്. രണ്ട് കാലമേ മന്ദായിട്ട് നടക്കാൻ പാടില്ലാത്ത ആള് ഒരു ചെറിയ പേരിലും ഒരു മന്തുള്ള ആൾ വരുമ്പോൾ മന്ദങ്കാല എന്ന് വിളിച്ച് അയാളെ കളിയാക്കണ പോലെയല്ലേ ഇത്. അപ്പൊ എല്ലാ അർത്ഥത്തിലും അഹങ്കാരം, ധാർഷ്ട്യം. എന്നിട്ടും ഇപ്പൊ തിരുത്തണ്ട, മനസ്സിലാവണ്ട. തിരുത്തും ആര് തിരുത്തും? തിരുത്തിയതെന്നുട്ടാ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതി ജാമ്യം കൊടുക്കാൻ പാടില്ല, അവർക്ക് പരോൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജീവപര്യന്തം ശിക്ഷിച്ച ആളുകളുടെ ആ ശിക്ഷ തിരുത്തി. അതാണ് തിരുത്തില്. ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ പിന്നെ കള്ളങ്ങൾ കാണിക്കണത് കംപ്ലീറ്റ്. അവിടെ ഇടങ്ങേറ് എങ്ങനെ ഉടായിപ്പാണ് കാണിക്കണത്.
അത് തിരുത്താൻ നോക്കിയത്. അപ്പം ഈ ഭാഗം ഹിമാറൊന്നും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കൊല്ലത്ത് കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നുള്ളത് അവരങ്ങോട്ട് തെളിയിച്ച് ബേബി മാഷ് അത്ര ബേബിയല്ല വർത്താനത്തിലൊക്കെ എന്താ അടിച്ച് പൊളിച്ചങ്ങോട്ട് ആള് എന്താ നിർമൂലം നാശാക്കി കാട്ടിക്കളഞ്ഞ് ഇല്ലേ. ഈ തുടർഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അഹങ്കാരം മണി കൂടി എന്നാണ് പറയുന്നത്. ഈ തുടർഭരണം കിട്ടിയത് എങ്ങനെയാണത്? കിറ്റും അതും ഇതൊക്കെ കൊടുത്ത് ആളുകളെ പറഞ്ഞ് മയക്കി LDF വരും എല്ലാം ശരിയാകും എന്നും പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന വഴി തന്നെ ഒക്കെ അങ്ങോട്ട് ശരിയാക്കി. ആരാ ആദ്യം ശരിയാക്കിയത്? അച്യുതാനന്ദനെ അങ്ങോട്ട് ശരിയാക്കി ഇല്ലേ. പാർട്ടിയുടെ അനിഷേധ്യ നേതാവായിരുന്ന അച്യുതാനന്ദനെ ആദ്യം അങ്ങോട്ട് ശരിയാക്കി. LDF വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് ശരിയാക്കും എന്ന് പറഞ്ഞത് അപ്പോഴാണ് ആളുകൾക്ക് പിടികിട്ടുന്നത്. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങോട്ട് ശരിയാക്കി. അച്യുതാനന്ദനെ ശരിയാക്കി, G സുധാകരനെ ശരിയാക്കി, തോമസ് ഐസക്കിനെ ശരിയാക്കി ഇല്ലേ, MA ബേബിനെ ശരിയാക്കി, ഒക്കെ അതിനെ ശരിപ്പെടുത്തി. ശരിയാക്കുമെന്ന് പറഞ്ഞ് ശരിപ്പെടുത്തു എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ KK ശൈലജ അതും ശരിപ്പെടുത്തി. ഇപ്പൊ എന്നിട്ട് ഈ മൂപ്പര മാത്രമേ ഉള്ളൂ. ആദ്യത്തെ മന്ത്രിസഭ കഴിഞ്ഞ് രണ്ടാമത്തെ മന്ത്രിസഭയിൽ വന്നപ്പോൾ വേണ്ട, പഴയ ആളുകൾ ആരും വേണ്ട, ഞാൻ മാത്രം മതി, ഒക്കെ പുതിയ പുള്ളങ്ങൾ പറ്റും, നിങ്ങളൊക്കെ മാറിയിക്കാൻ പറഞ്ഞ്. എന്നിട്ട് മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ മന്ത്രിസഭയിൽ. നല്ല യോഗ്യരായിട്ടുള്ള കഴിവായിട്ടുള്ള ആളുകളേക്കാണ് മാറ്റി നിർത്തിയത്. സുധാകരനെ, MA ബേബിനെ, തോമസ് ഐസക്കിനെ, EP ജയരാജനെ, ഇവരൊക്കെ അങ്ങോട്ട് മാറ്റി. എന്തിനാ? ഈ പുള്ളിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് വലിയ ആളാവാൻ വേണ്ടിയിട്ട്, പാർട്ടീനെയും ഭരണത്തിനെയും കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് മതി എന്നുള്ള മട്ടില്. അപ്പൊ രണ്ടാമത് ഭരണം കിട്ടിയപ്പോൾ ഇമ്മണി അഹങ്കാരം അങ്ങോട്ട് കൂടി പെരുത്ത്. അപ്പൊ അത് ജനങ്ങൾക്ക് അത് പറ്റിയ കാര്യമല്ല. ജനങ്ങളിപ്പോൾ എന്ത് ചെയ്ത്? അവർ ഇത്തിരി അഹങ്കാരം കാണിച്ച് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ട് അരിവാളങ്ങൾ വലിച്ചെറിഞ്ഞ് തോട്ടി കാട്ടിക്കളഞ്ഞ്. ഈ കളഞ്ഞതാരാ? ഈ CPM-കാർ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഞങ്ങൾ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല, ഇതുപോലത്തെ ഭരണം ഇനി വരാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന് അവർ പറഞ്ഞത്. കൂട്ടത്തോടെ അവർ പാർട്ടി മാറിപ്പോയി ഇല്ലേ. അപ്പൊ ഇനി കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ മൂപ്പിലാൻ്റെ പരിപാടി എന്താണെന്ന് അറിയാൻ പാടില്ല. തിരുത്തണം, മാറണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് നടക്കും ഏത് നടക്കുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഗ്രഹണം വരുമ്പോൾ ഞാഞ്ഞൂളും തലവെക്കും പറ്റി വയ്ക്കും എന്ന് പറഞ്ഞാൽ ഈ രാജവെമ്പാലയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഈ ഞാഞ്ഞൂളുകളൊക്കെ പറഞ്ഞ് മാറണം എന്നുള്ളത് അത് തന്നെ ഇപ്പം സംഭവിച്ചേക്കണേ. അപ്പം ഇനി പുതിയൊരു വിശേഷമായിട്ട് വരാട്ടാ. അങ്ങനെ ആയിക്കോട്ടെ.